നല്ലോണം കാണിച്ചിട്ടുണ്ട്. നല്ലോണം ആളിറങ്ങി അങ്ങോട്ട് മറ്റേ അവസാനം ഈ ക്യാരക്ടർ അല്ലണ്ടേ. ഏതോ പടത്തിലേക്ക് കണ്ടിട്ടുണ്ട്. ഓ സീന് കംപ്ലീറ്റ് സീൻ. அதிகாரம் வந்து கேட்டு போறானுங்க. வீட்டுல எல்லாரும் நைட் நைட்டா போன பேசினாங்கடா. அப்பா அம்மா வேற குமாரோட கோயிலுக்கு போயிருக்காங்கடா. கோவில் நம்ம சான்ஸ் எல்லாம் போட்டுருக்காங்க. டேய் என்னடா கோயில்லடா பைக் கடிச்சிருச்சுல. அப்பா அம்மா எல்லாம் உள்ள இருக்காங்க. நான் சொன்னேன் அப்பா அம்மா தான் 3 பேரை கூட்டிட்டு மண்ணில ஏத்திட்டு விடுறல. நம்ம போய்டு. நம்ம கிட்ட எதுவும் சொல்லிடாத. என்னடா பிரச்சனை? சொல்றது சரிடா. ഇതാണ് അപ്പൊ പ്രശ്നം. അന്ന് ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ. ഉള്ളവരെയാണ് ഫസ്റ്റ് കൊല്ലണത്. പേടിച്ച ഓടിക്കുന്ന അറിയാം നമ്മളെ മറ്റേ കുമാർ. உனக்கு சந்தோஷமா இல்லையா? நீ வீட்லயே நான் கூப்பிடுறேன். ஏன் சொன்னா செஞ்சா எது சொன்னாலும் ஏன்னு ஒரு கேள்வி கேட்டேன். இல்லடா உனக்கு தான் இங்க வந்த. நீ தானே வர சொன்ன. അങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലം. ഓഫ് ആ ബൈക്ക് കിട്ടിയോണ്ട് ഭാഗ്യപ്പോ അറ്റ്ലീസ്റ്റ് അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നു. நான் வெயிட் பண்ணிருக்கேன். என்னாச்சு? ஏய் காமெரா ஸ்டார்ட் ஏய் தூக்குடா. കറക്റ്റ് സമയമാണ്. ഇല്ല ആ സീൻ വിളിച്ചത്. പക്ഷെ ഈ ധനുഷ് ഒറ്റ ഒരാളെ ഉള്ളു. എല്ലാരും പ്രൊട്ടക്ട് ചെയ്യണം. അവരവസ്ഥയുള്ള കേട്ടോ സീനില്. എല്ലാം അവസാനിച്ചു ആരംഭിച്ചേക്കുന്നത് ക്ലൈമാക്സിലാണ് ആരംഭം എന്നൊക്കെ പറയില്ല. അങ്ങനെയുണ്ട് ഏകദേശം. ഓട്ടോ വീണോ? മറ്റേ ഓട്ടോ വീണോ? മറ്റേ ഓട്ടോ വീണോ? ഞാൻ മൊത്തത്തിൽ കളഞ്ഞു അവസാനം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാല് ബൈക്കും വീണേ എല്ലാം. കുറച്ച് ധൈര്യം വന്നാലുണ്ടല്ലോ. അതല്ല വേറൊരു വഴിയില്ല. ഇനിയിപ്പോ എനിക്കൊന്ന് നേരെ രവിന്റെ അടുത്തിട്ട് പോയിരിക്കും. ഇറങ്ങാൻ പോവാണ്. മനസ്സിലായോ? അങ്ങനല്ല കാണിച്ചത് ഫസ്റ്റില്. എല്ലാരും കൊന്നിട്ട് നേരെ ഇനി രവിനെയും കൂടി തീർക്കണം അല്ലെങ്കിൽ അവൻ തിരിച്ചു വരും പറഞ്ഞിട്ടല്ലേ കാണിക്കുന്നത്. ഫസ്റ്റ് സീനിലെ ഡയലോഗ് ഇല്ലേ? അല്ല ഉള്ള ജീവനിൽ ചോദിച്ചിരിക്കും. അത് മറ്റേത് ഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ ചാവില്ലല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. ഇല്ല അടി ഒഴിവാക്കാറല്ലേ പതിവ്. അത് മറ്റേത് കാണിച്ചില്ല. അത് മറ്റേത് കാണിച്ചു. അതായത് ആള് പ്രൊഫഷണൽ അല്ലല്ലോ, അടിക്കാരനല്ലല്ലോ ആള്. സാഹചര്യം കൊണ്ട് അടിക്കുന്നല്ലേ. അവിടെ ഓട്ടോക്കാരൻ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ പെട്ടേനെ. അങ്ങനെ ഫ്രണ്ടിന് മറ്റേതുണ്ടാവല്ലേ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ സ്ഥലമല്ലേ പോയത് കാണിച്ചത് ഫസ്റ്റില്. നേരെ രവിന്റെ അടുത്തോട്ട് പോകും. ആ വീണത് നന്നായി ആക്ച്വലി. അവസാനല്ലേ ഫുള്ള് കണ്ടെടുക്കണം. ഇതാണ് കണ്ടത് നമ്മള് ഫസ്റ്റ്. സന്തോഷം പിടിക്കാൻ വിട്ട ഐസ് ഫാക്ടറി. അതാണ് കാണിച്ചത്. ഇതാ കാണിച്ചത്. ബീച്ച് തട്ടി വീഴുന്നൊക്കെ. നിർത്തുന്നില്ല. അങ്ങനെ ഇറങ്ങിപ്പോണ് വീണ്ടൊക്കെ. അവിടെ കയറി ഇവിടെ ഇറങ്ങിയിരുന്നു. ഓ ആള് ഉദ്ദേശിച്ചാണ്. எப்படி நீ இதுக்குள்ள உயிரோட வெள்ள முடியாதோ அதே மாதிரி அவங்க இந்த ஏரியாவுல உயிரோட வர முடியாது. அவங்க போனா எங்காவது விழுந்து கொடுக்கும். வீணா ஊரே அலறணும்டா.
അടിക്കിട്ട് ഷർട്ടും പോയി ബോഡി സീൻ ഇതൊക്കെ പറിച്ചിരുന്നത് ഓ മറ്റേത് വേണ്ടേ എലമെന്റ്സ് വേണ്ടേ ഷർട്ട് ഇടുമ്പോ ഒന്നും കാണില്ല അല്ലേ ഇല്ല ലീൻ ബോഡിയിലുള്ള ഇത് ഫസ്റ്റ് മുതൽ ഇപ്പൊ വരെ ഒന്നും കാണിച്ചിട്ടില്ല திரும்ப சொல்ல வாடா முதல்ல நீ உன்னை காப்பாத்திக்கடா வா മുതല നീ ഉണ്ടാക്കാപ്പത്തുന്നത് ഓ ഭയങ്കര ഫിറ്റ് ആള് പിങ്സ് വെച്ചിട്ട് എന്താ പറയാ കിട്ടി സ്ലോ മോഷനൊക്കെ ഇപ്പഴാണ് കാണിക്കുന്ന അറിയാം അല്ലേ നല്ലോണം കാണിച്ചിട്ടുണ്ട് നല്ലോണം ഫ്രെയിംസ് ഒക്കെ രക്ഷയില്ലല്ലോ ഫസ്റ്റ് മുതലേ രവീനെയാണ് കൂടുതൽ കാണിക്കുന്നുണ്ടായത് ഫ്രെയിംസ് സിംഗറുടെ കഷ്ടപ്പാടാണ് വണ്ടി ഓടിച്ചിട്ട് അതാണ് ഇങ്ങനെ ഔട്ടിന്റെ കൂടി കുറവുണ്ടായിരുന്നു അവന്നെ എടുത്തിട്ട് അവന്നിപ്പോ തുറക്കണേ കാലോടെ എന്തോ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇനി എങ്ങനെ சைலண்டா விட்டுரு இப்ப நீ இப்படி விரோதக்காரங்களை எல்லாம் வெட்டிட்டு இருந்தா செல்வம் உயிரோட வந்துருவானா செல்வத்தை போட்டது ரவி உனக்கு என்ன வேணுமோ பண்ணித்தர சைலண்டா செல்வனோட போட்டு போறடா അടുത്ത அந்த ரவி கிட்ட போறடா അതാണ് മനസ്സിലായി ഇനിയിപ്പോ എന്തായാലും ഉള്ളിൽ തീരട്ടെ നേരിട്ടുണ്ടോ പുറത്തിറങ്ങിയാൽ നല്ല രസമായിരിക്കും പുറത്തോട്ട് വെയിറ്റ് ചെയ്യണേ ഔട്ടാക്കാൻ വിളിച്ചു ഇല്ല எனக்கு அந்த பையன் மட்டும் அண்ணா போதும் அவன் ஃபேமிலி வேணாம் விட்டுரு இல்ல வேத இங்கதான் சரி ரவி ரமேஷ் വിട്ടിടേതായി ഫാമിലിനെ വിട്ടാൻ പറഞ്ഞു പക്ഷെ ഈ പ്രശ്നം മറ്റേ അങ്ങനെ പുറത്തു വെക്കുന്നില്ലേ അത് എവിടത്ര എടുത്തത് உன்னை ஜெயிக்கிறதுக்காக என்ன போட்டா நீ திருப்பி என்ன தோக்கடிக்க விட்டுருவானா நீ இப்ப போயிட்டா விட்டுருவா நினைச்சியா உன்னை சாவடிக்கிற வரைக்கும் வருவேன் நான் ஜெயிக்கணும் வா ഔട്ടിറങ്ങി വരുമോ ഇവരെ തമ്മിൽ തന്നെ ആയിരിക്കും ഫൈറ്റ് തന്നെ ഉണ്ടാവും കാണിച്ചത് ഭയങ്കര രസമുള്ളതല്ലേ ഭയങ്കര ഭംഗി ഓ ഹാമർ അല്ല ഹാമറല്ല മറ്റേ അതുപോലത്തെ ഒരു സാധനം ഇനി ബാക്കി വിട്ട് തീർത്തോളായിരിക്കും എനിക്ക് വേണ്ടത് രവിനെയാണ് നീ പൊക്കോന്നായിരിക്കും அந்த பையனுக்கு பயம் இல்ல അല്ലേ കിഷോർ പറഞ്ഞ ഡയലോഗ് ആ പയ്യന് ഭയമില്ല മറ്റേ മ്യൂസിക്കിൽ ജീവിച്ചു വേറൊന്നും കാണിച്ചില്ല പക്ഷെ ഗംഭീരം പറയാതെ അങ്ങ് തീർത്തങ്ങ് അതും മറ്റേത് വെറുതെ അല്ലേ അല്ല അവിടെ വേണമെങ്കിൽ കൊല്ലുന്നൊന്നുമില്ല പ്രശ്നമില്ല അത് വേണ്ട നമുക്ക് അത് മറ്റേതാ ഡയലോഗ് കാണിച്ചത് കിഷോറിന്റെ ഡയലോഗ് ഇല്ലേ അവസാനം അവസാനം വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല മറ്റേ അങ്ങേര് അത്ര ഇഷ്ടമാണ് ശരിക്കും കിഷോറിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വന്ന ആൾക്ക് അയാള് തീർത്തോളൂ അതെ അത് മാത്രല്ല ആ ഡയലോഗ് അവിടെ കേൾപ്പിച്ചത് നന്നായി അതായത് കിഷോർ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ അതായത് ആ പയ്യന് ഭയമില്ല അവനെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട്
ആ ഒരു സംഭവമാണ് അവിടെ നോക്കിയത്. അവിടെ ഇങ്ങനെ നോക്കിയില്ലേ, ഫേസിൽ നോക്കിയപ്പോ പേടിക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മനസ്സിലായി സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ടൊക്കെ കുറച്ച് കട്ടൊക്കെ ആ ഒരു വയലൻസ് ഒക്കെ വരുന്ന സ്ഥലത്താണോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഇന്റൻസ് വരുന്ന സ്ഥലത്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീനിനെ വലിയ കാര്യമായിട്ട് അഫക്ട് ചെയ്യില്ല. അതായത് നമുക്ക് ആ ഒരു ബ്യൂട്ടി, സിനിമയുടെ ബ്യൂട്ടി ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് തന്നെയാണ് ആ ഒരു സംഭവങ്ങളെ കട്ടായ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പ്രത്യേകിച്ച് അവസാനം, അതായത് എന്താ പറയാ, ആ ഒരു ഡ്രസ്സ് ടീഷർട്ട് ഇല്ലേ, ടീഷർട്ട് ഓഫ് ആവുന്ന സമയം തൊട്ടിട്ട് ഷർട്ട് ഓഫ് സമയം തൊട്ടിട്ട് ഗംഭീര, അയ്യോ ധനുഷിന്റെ ലുക്ക് അത്രയും നേരം ആ വലിയ ലൂസ് ഷർട്ടൊക്കെ നമുക്ക് അറിയില്ല, ഭയങ്കര മെലിഞ്ഞിട്ടിരിക്കുന്നുണ്ടിച്ച് നമുക്കറിയില്ല ആ ഒരു ഇതൊക്കെ ഉണ്ടോന്നൊക്കെ. പക്ഷെ അത് ഊരിക്കഴിയും കറക്റ്റ് സമയത്താണ് ആ ഒരു സംഭവം ഊരി പോകുന്നതും എന്താ പറയാ ബോഡി ഷോ. പിന്നീട് അങ്ങോട്ടുള്ള ഷോട്ടുകളൊക്കെ ഭയങ്കര സ്ലോ മോഷൻ ഫൈറ്റും നല്ല ഭംഗിയിൽ ഫ്രെയിംസ് ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗി. അതായത് ഓരോ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആ മുടിയൊക്കെ ഇങ്ങനെ ആടുന്നതും ഇല്ലേ, ആ ഒരു മൂവി. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെയാ തോന്നുന്നു ബ്രൂസ്ലി എന്നൊക്കെയുള്ള പേര് വരാൻ കാരണം. അതായത് വേറെ ഏതൊരു സിനിമയിലാണ് അങ്ങനത്തെ ഫൈറ്റ് ഉള്ളത് കുറെ ആ ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെ മറ്റേ ചാടി ഇതിന്റെ അകത്തും ഉണ്ടായിരുന്നു 1-2 സ്ഥലത്ത് ചാടിയിട്ടുള്ള കിക്കൊക്കെ. ഏകദേശം ആ ബോഡി ഭയങ്കര വഴക്കം കാണിക്കുന്നുണ്ട്. അതാണ് സംഭവം. എനിക്ക് തോന്നുന്നു ചില ആംഗിളിലൊക്കെ ആ ഒരു ബ്രൂസ്ലി എഫക്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വില്ലൻ രവിനെ പറ്റി എടുത്തു പറയേണ്ട സംഭവം ഡാനിയൽ ബാലാജി ഒരു രക്ഷയില്ല. ആ വില്ലനും അടിപൊളിയാണ്. നമ്മുടെ കിഷോർ പിന്നെ പറയണ്ട, ആ ബിജിഎമ്മിനുള്ള അവസാനം അടക്കൂല്ലേ, കിഷോറിന്റെ ബിജിഎമാണ് ഇട്ടത് അവിടെ. ആളത്രയും വലിയ സംഭവം. അതായത് ക്ലീശയാവും എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അപ്പെടുക്കും, അപ്പൊ തൂക്കും. വെട്രിമാരൻ അങ്ങനെ എടുത്തിട്ട്, അതായത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സീനിൽ ആ ഒരു ലേഡീനെ അവിടെ, അതായത് നമ്മളുടെ നായികൻ ശരിക്കും എടുത്തുകൊണ്ട് പോവാ, പൊക്കിക്കൊണ്ട് പോവാ, അവരവിടെ വിൽക്കുക, എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് യൂഷ്വലി വരുന്നത്. അതൊക്കെ മാറ്റിക്കൊണ്ട് നേരെ കൊണ്ടുപോയി ബൈക്ക് കിട്ടി. നമ്മളെല്ലാം യൂഷ്വലി പടത്തിൽ എന്താ ബൈക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് എല്ലാം തീരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ബൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അത് മാത്രല്ല, ഈ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഈ വണ്ടി തന്നെയാണ് കണ്ട സ്ഥലത്തൊക്കെ വീണോണ്ടിരിക്കുന്നത്, കണ്ടായിരുന്നോ? അല്ല, അത് അവിടെ ന്യായീകരിക്കും. നല്ല കണ്ടീഷൻ ആവുമല്ലോ സംഭവം, നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റുമ്പോൾ സംഭവങ്ങളൊക്കെ. എന്തായാലും സംഭവം പൊളിച്ചടിക്കുക, അത് നമ്മളറിയില്ലേ. ആ ഒരു എൻഡ് നോട്ട് ഒരു രക്ഷയില്ല. അത് പൾസർ ബൈക്കിനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് എന്തൊക്കെ ഉപയോഗം ഉണ്ട് അതുകൊണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ. എനിക്ക് ആ കാലത്തെ ഡ്യൂക്കാന്ന് തോന്നുന്നു പൾസർ ഏകദേശം. അപ്പൊ എന്തായാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സെപ്റ്റ് ആ ഒരു, എനിക്ക് വലിയ പ്രശ്നമുണ്ട്, ആ കട്ടിങ് ഉള്ള തന്നെയാണ് എനിക്ക് നല്ല കാണാനായിട്ട്. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് വേറെ കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ ചെയ്തത്. അപ്പൊ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൊല്ലാതെ മൂവിയും എന്താ പറയാ, എന്തോ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഓരോ ഫ്രെയിമിൽ ആ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സിഗ്നേച്ചർ ഫസ്റ്റ് പടം അല്ലേ, ഫസ്റ്റ് പടത്തിൽ തന്നെ ആ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ്, അതായത് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ആവശ്യമുള്ള സ്ഥലത്ത് ചേർക്കും ചെയ്തത്. കാരണം അങ്ങനെ ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് സിനിമയിൽ ഫസ്റ്റ് ആയിട്ട് മൂവി ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അല്ലെങ്കിൽ പല പല കാറ്റഗറൈസ് ആദ്യമേ തന്നെ ചെയ്തു കളയും. അതുകൊണ്ടാണ് ഡയറക്ടേഴ്സ് ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ വെട്രിമാരൻ എന്നൊരു സിഗ്നേച്ചർ പതിപ്പിച്ച് ഈ ഒരു സിനിമ. കാരണം കുറെ സ്ഥലത്ത് ഗംഭീര സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല വില്ലന്റെ സംഭവം തന്നെ കേട്ടോ. കാരണം ഈ 2 വില്ലന്മാരും 3 പേര് നന്നായിട്ട് കാണിച്ചു. 3 വില്ലന്മാരല്ലേ ശരിക്കും, 3 പേര് അടിപൊളിയായിട്ട് കാണിച്ചു. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ, 3 പേര് 3 തരാണ് കാണിച്ചിരിക്കുന്നത്. അത് ഗംഭീരായിട്ടുണ്ട് ശരിക്കും. ശരിക്കും ഈ സിനിമയിൽ നമ്മൾ പറയില്ലേ, എപ്പോഴും അവസാനം ഓർത്തിരിക്കുന്ന കിഷോറിന്റെ റോളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്നത്. അറിയില്ലേ, ഒരു എവിടേക്കോ ഒരു മറ്റേ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ ശരിക്കും വെട്രിമാരെന്ന് പറയുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു പഠിച്ച ഒരാളെ പോലെ അതായത് എന്താ പറയുക, ഇട്ടിരിക്കുന്ന ഓരോ സംഭവം നമ്മൾ അബദ്ധത്തിൽ വന്നുപോയ സംഭവങ്ങളൊന്നും അല്ല, ഒന്നും എല്ലാം എന്താ പറയാ പെർഫെക്ഷൻ എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഫ്രെയിമിലും അത് കാണാൻ പറ്റുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നല്ലോണം പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നെങ്കിൽ അദ്ദേഹം പഠിക്കാനാണ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ലെവല്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാം അറിഞ്ഞ് എല്ലാത്തിനെ പറ്റിയിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സംഭവത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സിഗ്നേച്ചർ ഉണ്ടാക്കിയോണ്ട് പിന്നീടുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ എടുക്കാൻ തുടങ്ങി. എത്രയോ വിരലിൽ എണ്ണാവുന്ന പടങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഏകദേശം ഒരു 100 മൂവീസ് ഒക്കെ ചെയ്ത ഒരു എഫക്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. അദ്ദേഹത്തിന്റെ പടം എന്ന് പറയുമ്പോ തന്നെ ആളുകളുടെ എന്താ പറയാ മറ്റേ സംഭവം വരും, വെട്രിമാരൻ പടം. അതിനകത്ത് അഭിനയിക്കുന്ന ആളുകളെല്ലാം നോക്കുന്നത് വെട്രിമാരൻ പടം. കുറെ ഫാൻസ് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹമായിട്ടൊന്ന് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ കൂടുതൽ നമുക്ക് ധനുഷിനാണ് ആ ഭാഗ്യം കിട്ടിയത്. ഏറ്റവും കൂടുതൽ സിനിമകൾ ധനുഷിന്റെ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. സൂര്യന്റെ വാടിവാസൽ ഉണ്ടെന്ന് തോന്നുന്നു, വരുന്നുണ്ട്. കുറെ നാളായി പറയുന്നതാണ്, ഉണ്ടോ അതൊന്നും അറിയില്ല. പിന്നെ വിജയണ്ണന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല എന്താ സംഭവം. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന ഇതോടാണ് മറ്റേ പടല്ലേ, വിടുതലൈ പാർട്ട് അല്ലേ വരാൻ പോണേ, പാർട്ട് വരുന്നത്. എന്തായാലും നമുക്ക്
കാണാം ഇനി വരുന്ന മാജിക്സിന് വേണ്ടിയിട്ട്. എന്നാലും ഒരു രക്ഷയില്ല. ഇനി വേറെ കുറെ സജഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് വെട്രിമാരൻ മൂവീസ് ഒക്കെ. അപ്പൊ നമ്മൾ ഷോർട്ട്ലി വരാം. ഇപ്പൊ എന്തായാലും വെട്രിമാരൻ എഫക്റ്റ് തീർന്നേ ഉള്ളൂ. അടുത്തുണ്ട്. ബൈ ബൈ.